ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലാൻഡിൻ്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പം ഞാൻ ഫാക്കൽറ്റി ഓഫ് ആർട്സ് വരെയാണ് കാണിച്ച് നിർത്തിയത്. ഇനി ഞാൻ പോകുന്നത് ഗ്രാഫ്റ്റൺ റോഡിലോട്ട്. ഞാൻ മുന്നേ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി സിറ്റി ക്യാമ്പസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗ്രാഫ്റ്റൺ ബ്രിഡ്ജിൽ ക്യാമ്പസും ഉണ്ട്, അതുപോലെ ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലാൻഡും ഉണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്ന ഈ വഴിയിലൂടെ താഴെ പോയി അവിടെ നിന്ന് ബസ് എടുത്താൽ നമ്മൾക്ക് ഗ്രാഫ്റ്റണിലോട്ട് പോകാൻ പറ്റും. പക്ഷേ ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. ഞാൻ ഇവിടെയും കുറേ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ്, കുഞ്ഞല്ല അത്യാവശ്യം നല്ല വലിയ ബിൽഡിങ്സ് ഉണ്ട്. അതൊക്കെ ഏതാണെന്ന് കാണിച്ചു തരാനായിട്ടാണ് പോകുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ നിന്ന് ബസ് എടുത്താൽ നമുക്ക് ഗ്രാഫ്റ്റണിൻ്റെ ക്യാമ്പസിൽ എത്താൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ വലിയ ബിൽഡിംഗ് ആണ് ബിസിനസ് സ്കൂളിൻ്റെ, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലൻഡിൻ്റെ ബിസിനസ് സ്കൂളിൻ്റെ ബിൽഡിംഗാണിത്. ഇതിനെ സർ ഒവൻജി ബിൽഡിംഗ് എന്നും പറയും. ഭയങ്കര വലിയ ബിൽഡിങ്ങാണ്. ഞങ്ങളങ്ങനെ ഇവിടെ ഒരുപാട് കയറാറില്ല, കാരണം ബിസിനസ് സ്കൂളിൽ ഞങ്ങൾക്ക് വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് തന്നെ ഫിഷർ ആൻഡ് പേക്കലിൻ്റെ അപ്ലയൻസസിൻ്റെ ഓഡിറ്റോറിയം വരുന്നുണ്ട്. ഈ ഫിഷർ ആൻഡ് പേക്കൽ എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂസിലൻഡിൽ ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ ഹോം അപ്ലയൻസസ് ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ടോപ്പ് ബ്രാൻഡാണ് ഈ ഫിഷർ ആൻഡ് പേക്കൽ എന്ന് പറയുന്നത്, ആ കമ്പനിയുടെ. ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന തന്നെ മെഷീൻ ആയാലും അതുപോലെ തന്നെ ഡ്രയർ ആയാലും എല്ലാം ഇവരുടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ഈ ബിൽഡിങ്ങിൽ, സർ ഒവൻജി ബിൽഡിങ്ങിൽ. അതുപോലെ തന്നെ ഇത് ബിസിനസ് സ്കൂളല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ എൻജിനീയറിംഗ് ബിൽഡിങ്ങിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല വ്യത്യാസമുണ്ട്. ഇവിടുത്തെ വ്യൂ അയ്യോ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല വലിയൊരു ഗ്ലാസ്സാണ്, അതിൻ്റെ അപ്പുറത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ വരാറുണ്ട്, പിന്നെ ഇവിടെ ഞങ്ങൾക്കങ്ങനെ വരേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഞാൻ പുറത്തിറങ്ങിയും വ്യൂ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ജസ്റ്റ് അതും കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുക്കുകയാണ്. ചെറിയൊരു മഴയുടെ ലക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു കാണാനായിട്ട് പുറത്ത്. ആ കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞ് ഷോപ്സൊക്കെ കേട്ടോ, ഷോപ്സും കുഞ്ഞ് കമ്പനീസൊക്കെയാണ് കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് റെസിഡൻഷ്യൽ ഏരിയാസാണ്. ഞങ്ങളുടെ എൻജിനീയറിംഗ് ബിൽഡിങ്ങിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്, കാരണം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ അവിടെ ഇത്രയും വ്യൂ ഇല്ല. ജസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ക്ലൻഡിൻ്റെ ഇത് കവർ ചെയ്തതാണ്. ഇവിടെയും കളിക്കാനൊരു എന്താ പറയണ്ടേ, കോർട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട്. ഞാൻ ചെറുതായിട്ട് എടുത്തിട്ടുള്ള കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ ബിൽഡിംഗ് ആട്ടോ ഇതും. പിന്നെ ഞാൻ വീണ്ടും ജനറൽ ലൈബ്രറിയിലൊന്ന് പോയായിരുന്നു, സ്റ്റുഡൻറ്റ് ഹബ്ബിൽ, വേറെ കുറച്ച് ആവശ്യത്തിന്. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോവുകയാണ്, നമ്മുടെ ബഡി മെൻറ്റർ പ്രോഗ്രാമിനായിട്ട് പോവുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയബിലിറ്റി സർവീസസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി കാണിക്കുന്നത് നിർത്തുകയാണ്. പിന്നെ ഈ എൻജിനീയറിംഗ് ബിൽഡിങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് ഞാൻ ലെവൽ 3 മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ അന്നും പറഞ്ഞു ലെവൽ 11 വരെ ഉണ്ട്. ഓരോ ലെവലും കയറി ഇറങ്ങി കാണിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലെവൽ 3 മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. ദെൻ ഞങ്ങളുടെ പ്രോഗ്രാം ഉടനെ സ്റ്റാർട്ട് ചെയ്യും, എല്ലാവരൊക്കെ വരുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. പ്രോഗ്രാമൊക്കെ എന്താണെന്നൊക്കെ അറിയണ്ടേ, എല്ലാവരും വന്നു എന്നൊക്കെ. ഞങ്ങളാണ് ആദ്യം വരേണ്ടത്, പക്ഷേ അവസാനം എത്തിയത് ഞങ്ങളാണ്. കുട്ടികളൊക്കെ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പുതിയ ഇൻടേക്കിലെ സ്റ്റുഡൻസൊക്കെ വരുന്നേ ഉള്ളായിരുന്നു. അവർക്ക് വലിയ പരിചയമില്ലല്ലോ, അപ്പം സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വരണ്ടേ. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിരുന്നു. ഫ്രണ്ടിൽ വെക്കേണ്ട ബോർഡും പിന്നെ നമ്മുടെ സ്റ്റുഡൻ്റ് ഐ ഡി ഉണ്ടല്ലോ, അത് കാണിക്കണം, അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം വോളണ്ടിയേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ നമ്മൾ ഇന്ത്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട്, ഞങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള കുറച്ച് ഗ്യാങ് ഉണ്ട്. പിന്നെ ഡ്രിങ്ക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ഡ്രിങ്ക്സ് മാത്രമല്ല, പിസ്സ, പിന്നെ ഗാർലിക് ബ്രെഡ്, ദെൻ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ കുറേ പിസ്സ പല വെറൈറ്റിയുടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് നമ്മുടെ പേര് അതിൽ എഴുതിയിട്ട് നമ്മളത് നമ്മുടെ ബാഡ്ജ് പോലെ ഒന്ന് ഒട്ടിക്കണം. അപ്പം ഞാനത് ചെയ്യുകയാണ്.
അത് എല്ലാവരും ചെയ്യണം, മാൻഡേറ്ററി ആണ്. കാരണം ഈ വരുന്ന പുതിയ സ്റ്റുഡൻസിന് നമ്മളെ അറിയില്ലല്ലോ. അപ്പം നമ്മൾ ബഡ്ഡി മെൻറ്റർ നമ്മുടെ ഈ പേര് വായിച്ചിട്ട് വേണം അവരറിയാനായിട്ട്. ഇപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറയാം പേര് കാണിക്കുക, എല്ലാവരും കാണട്ടെ എന്ന്. അതാണ് ഞാൻ ചിരിക്കുന്നത്. പിന്നെ പിസ്സയൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല പല വെറൈറ്റി ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഇത്രയും വെറൈറ്റി ഫുഡ് വരുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സമയത്തേക്കാളും ഒരുപാട് ഫുഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. അത്രയും സ്റ്റുഡൻസ് കൂടിയോണ്ടായിരിക്കണം ഫുഡൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് ബാക്കിയും വന്നായിരുന്നു. പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞങ്ങളുടെ മെയിൻ വോളണ്ടിയറാണ്. പുള്ളി വെൽക്കം സ്പീച്ച് ചെയ്യാണ്. അങ്ങനെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡിൻ്റെ ടൈമായി. ഫുഡിൻ്റെ ടൈമായപ്പോഴത്തേക്കും എല്ലാവരും ഒരു ഓട്ടമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. പിന്നെയും ഫുഡ് ഒരുപാട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇതൊന്നും വരുമല്ലോ അല്ലേ എന്ന് യൂട്യൂബിലൊന്നും. അപ്പോൾ അതാണ് ഞാൻ ചിരിക്കുന്നത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ഗെയിംസും പസിൽസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ ഈ ഓരോ ഗ്രൂപ്പായിട്ട് നിന്ന് ചെയ്യുന്നത്. നമ്മൾ ഹെൽപ്പ് ചെയ്യണം അവരെ. കാരണം അതിൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ബിൽഡിങ് ഈ ലെവൽ എവിടെയാണ്, അപ്പം പുതിയ സ്റ്റുഡൻസിന് അറിയില്ലല്ലോ. അപ്പം എല്ലാവരും ഓടും അവിടെ പോയി എല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ആയിരുന്നു. വിൻ ചെയ്യുന്നവർക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. കണ്ടില്ലേ, ഭയങ്കര ബിസി. അതിൻ്റെ ഇടയ്ക്ക് വേറെ പണി ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഇത് ഗെയിമൊന്നും അല്ലാതെ ഇപ്പോൾ വന്നവർ തമ്മിൽ പരിചയപ്പെടില്ലേ, ആ ഒരു നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങ് മാറി നിന്നു. അതാ കേട്ടോ, ഞങ്ങൾ സൈഡിൽ അങ്ങ് മാറി നിന്നു. അങ്ങനെ ഈ ടീമായിരുന്നു വിൻ ചെയ്തത്. അങ്ങനെ അവർക്ക് ഇതാ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഫാക്കൽറ്റി കോർഡിനേറ്റർ ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണ് അവർക്ക്. അങ്ങനെ അവർക്ക് കോർഡിനേറ്റർ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. ഗിഫ്റ്റൊക്കെ കിട്ടി. അവരെല്ലാവരും ഹാപ്പിയായി. ഗിഫ്റ്റ് എന്താണെന്നൊന്നും കണ്ടില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ചോദിച്ചൊന്നുമില്ല. ബുക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായിരിക്കും ചാൻസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ് നൈറ്റ് ഞാനങ്ങനെ ഭയങ്കര ഒത്തിരി ഒന്നും കണ്ടിട്ടില്ല, കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ. ഒരുപാടൊന്നും ഞാൻ നൈറ്റിലൊന്നും ഞങ്ങളങ്ങനെ യൂണിവേഴ്സിറ്റി സ്പെൻഡ് ചെയ്തിട്ടില്ല. ഇത് രണ്ടാമത്തെ എന്തോ തവണയാണ്. അപ്പോൾ നൈറ്റ് ലൈറ്റ്സ് എല്ലാം ഇട്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി കാണാനായിട്ട്. അങ്ങനെ ഞാൻ പോവുകയാണ് വീട്ടിലേക്ക്. ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും അങ്ങനെ വീട്ടിൽ പോയി. അങ്ങനെ ഇവൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രാത്രിയായി, 7 മണി ആവാറായി. ഞാൻ വീട്ടിലോട്ട് പോവാണ്. എല്ലാവരും പോയി, വീട്ടിൽ പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു. നമ്മുടെ ഇപ്രാവശ്യം ഇന്ത്യൻസ് ഒരുപാടുണ്ട്. കുറച്ചധികം ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. കൊല്ലത്തുനിന്ന് എൻ്റെ വീടിൻ്റെ കുറച്ചടുത്ത സ്ഥലത്തേക്കായിട്ട് ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് പരിപാടിയുണ്ട്. പോകുന്ന വഴിക്ക് കാണിക്കാം. ഓക്ലൻഡ് ആർട്ട് ഗാലറി ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഓക്ലൻഡ് ആർട്ട് ഗാലറിയാണ്. ഇപ്പം 5 മണി വരെ ഉള്ളൂ. ഇപ്പം എൻട്രി ഇല്ല. ഇവിടെ ഇന്ത്യയിലൊന്നും നമ്മളിങ്ങനെ രാത്രി ഒന്നും ഇങ്ങനെ ഇറങ്ങി നടക്കത്തില്ലല്ലോ. അവിടെ പക്ഷെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഭയങ്കര സേഫാണ്, സെക്യൂറാണ്. സത്യം പറഞ്ഞാൽ പുറത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം കൂടെ കൊണ്ടാണ്. നമുക്ക് സേഫായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നടക്കാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ അതൊരു വലിയ കാര്യമാണ് സത്യത്തിൽ. പിന്നെ രാത്രിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് രാത്രിയൊക്കെ നടക്കുക എന്ന് പറയുന്ന, ഇപ്പം ഇവൻ്റ് കഴിയാൻ കുറച്ച് ലേറ്റായി യൂണിവേഴ്സിറ്റിയിൽ. അപ്പം നമ്മൾക്കിപ്പം എന്താ പറയുക, ഒറ്റയ്ക്ക് പോകാൻ പറ്റും തിരിച്ച് വീട്ടിലോട്ട്. അപ്പം ഞാൻ ഒക്കെ നാട്ടിൽ കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം വിളിക്കാൻ. ഒട്ടും സേഫല്ല. അപ്പം ഇങ്ങനെയുള്ള അതുകൊണ്ടൊക്കെ ആയിരിക്കണം കൂടുതലും പെൺകുട്ടികളൊക്കെ പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, സേഫായിട്ട്
അവർക്കും എന്താ പറയണ്ടേ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കൊണ്ടായിരിക്കണം എല്ലാവരും പുറത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയുള്ളൊരു ആളാണ്. എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഒരുപാട് ആൾക്കാർ കേട്ടോ. അത്രയ്ക്ക് വലിയ രാത്രിയൊന്നും ആയിട്ടില്ല, 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ. നാളെ രാത്രിയൊക്കെ നല്ല തിരക്കായിരിക്കും. നാളെ വീക്കെൻഡ് അല്ലേ, വീക്കെൻഡ് ആകുമ്പോൾ ഭയങ്കര തിരക്കാണ്. ഞാൻ ഇവിടെ ഒരു പഞ്ചാബ് കട ഉണ്ട് കേട്ടോ. പഞ്ചാബ് ഇന്ത്യൻ ഗ്രോസറി വെജിറ്റബിൾസ് എല്ലാം കിട്ടും. ഞാൻ മിക്ക വെജിറ്റബിൾസും ഈ പഞ്ചാബ് ഇന്ത്യൻ ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. അത്യാവശ്യം നല്ല വിലക്കുറവാണ്. പച്ചക്കറിക്കൊക്കെ നല്ല വിലക്കുറവുണ്ട്. പിന്നെ അല്ലാത്ത ബ്രെഡ്, മിൽക്ക്, അങ്ങനെയുള്ള ഐറ്റംസ്, ചീസ്, ബട്ടർ, അങ്ങനെയുള്ള ഐറ്റംസ് കൗണ്ട് ഡൗണിൽ നിന്നാണ് മേടിക്കുന്നത്. എൻ്റെ ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കൗണ്ട് ഡൗണൊക്കെ. ഇതൊക്കെ പഞ്ചാബ് ഷോപ്പിലോട്ട് പോകുന്നതിന് മുമ്പുള്ള റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. എല്ലാം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇത് തായ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. മറ്റേത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ പിസ്സ ക്ലബ്ബ്. ഇവിടെയും കുറേ ഈറ്റ് ഇന്ത്യൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. കാണിച്ചു തരാം. ഇവിടെ മിക്കപ്പോഴും തിരക്കാട്ടോ. ഇന്ത്യൻസൊക്കെ എപ്പോഴും വന്ന് കഴിക്കുന്ന സ്ഥലമാണ്. അതെ, ഇന്ത്യൻ ഈറ്ററി, ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഡൊമിനോസ് ആണ് ഞാൻ പറഞ്ഞ പഞ്ചാബ് ഷോപ്പ്. ഇവിടെ വെജിറ്റബിൾസിനൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവാണ്. വെജിറ്റബിൾസ് ഞാൻ സാധനമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി. ഇനി എനിക്ക് കൗണ്ട് ഡൗണിലൊന്ന് കയറണം. കണ്ടില്ലേ, സിഗ്നൽ വെയിറ്റ് ചെയ്യാൻ. ടൗണിൽ കയറിയിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ടയർഡായി. നല്ല ഫുഡായിരുന്നു കേട്ടോ യൂണിവേഴ്സിറ്റി. അങ്ങനെ ഞാൻ കൗണ്ട് ഡൗണിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനമൊക്കെ മേടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഷോപ്സൊക്കെ ഓൾമോസ്റ്റ് ഒരു 8 മണി അത്രയൊക്കെ കാണത്തുള്ളൂ. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് സ്കൈ ടവർ പണ്ട്. ഇനി നേരെ വീട്ടിലോട്ട്. ഇവിടുന്ന് കുറച്ച് 3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.